ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ കൂന്തൽ നിറച്ചതാണ്. കോഴിക്കോട് സ്പെഷ്യൽ കൂന്തൽ നിറച്ചത്. അപ്പം അതിനായിട്ട് ഫസ്റ്റ് ഞങ്ങളുടെ നാട്ടിൽ കണവ എന്നാണ് പറയുന്നത്. അപ്പോൾ കണവയ്ക്ക് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് അതിൻ്റെ ചിറക് വേറെ, തല വേറെ, അതിൻ്റെ ശരീരം വേറെ ആ ഒരു രീതിയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നതിന് ശേഷം ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് എണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് ഒരു സവോള എടുത്തിട്ട് ഒരു പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും കുഞ്ഞുകുഞ്ഞു അരിഞ്ഞിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അതിനടുത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിപ്പൊടി ഇടണം. ഈ വീഡിയോയിൽ എന്നെ മിസ്സായിപ്പോയതാണ്. എന്നതിന് ശേഷം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മളെ കണ്ടിച്ച് വെച്ച കൂന്തലിൻ്റെ ചിറക് ഭാഗം കുനുകുന അരിഞ്ഞതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ഡൗണിൽ പറഞ്ഞാൽ മതി, ഇനി നമ്മളിടുന്നതായിരിക്കും. അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് 5-10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. എന്നതിന് ശേഷം അതിനകത്ത് നമ്മൾ തേങ്ങയും പെരുംജീരകവും 4 കൊച്ചുള്ളിയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നതിന് ശേഷം പിന്നെ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. എന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇതിനകത്തൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറാനായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. എന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. എന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് തണുത്തിട്ട് കൂന്തലിനകത്തോട്ട് നിറച്ച് കൊടുക്കാം. അതിനായിട്ട് ഫസ്റ്റ് കൂന്തലിൻ്റെ ആ അകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓവർ നിറയ്ക്കരുത്, കാരണം നമുക്ക് തല വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് പറ്റത്തില്ല. എന്നിട്ട് നമ്മൾ നിറച്ച് കൊടുത്തതിന് ശേഷം അതിന് മണ്ടയിൽ തല വെച്ചിട്ട് ടൂത്ത് പിക്കോ ഇറുക്കിലോ എന്തെങ്കിലും കൊണ്ടൊന്ന് കുത്തി കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഫില്ല് നമ്മൾ പോവും. ഈ വീഡിയോ കുറച്ച് പാടുപെട്ടാട്ടോ എടുക്കുന്നത്, മിക്സിയുടെ ബാക്ക് വെച്ചിട്ട് എടുക്കുന്നതെന്ന് ക്ഷമിക്കണം. എന്നതിന് ശേഷം നമ്മൾ വെച്ചിട്ട് ഇതെല്ലാം അടുക്കി ഇതേ ഇണക്കൊച്ചതിന് ശേഷം കുക്കറിനകത്തോട്ട് നമ്മൾ തലയൊക്കെ നന്നായിട്ട് വെച്ച് നോക്കി വെച്ചിട്ട് കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് 3 വിസിൽ കേൾക്കുന്നവരൊന്ന് വേവിച്ചെടുത്തിട്ട് ഫ്രൈ പാനിനകത്ത് ഈ കൂന്തലിൻ്റെ ആവി നീരുണ്ടല്ലോ അതും കരിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ കൂന്തലിലെ വെള്ളമാണ് ഇത്രയും, അത് വീഡിയോ എൻ്റെ അങ്ങ് മിസ്സായിപ്പോയി, അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതിന് ശേഷം ആ കൂന്തൽ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഈ കൂന്തലിൻ്റെ വെള്ളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ കൂന്തലും കൂടി നമുക്ക് ഇട്ട് കൊടുക്കുക. കുക്കറിൽ വേവിച്ച് അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫൈനൽ റിസൾട്ട് അടിപൊളി ടേസ്റ്റാണ് ഫ്രണ്ട്സ്, ഒന്നും പറയാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.